പ്രഗ്നൻസിയിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഒരുപാട് ചേഞ്ചസ് വരും. ഇതിൽ പലതും അത്ര എവിഡൻ്റ് ആയിരിക്കില്ല. എന്നാൽ എവിഡൻ്റായ, അതായത് മറ്റുള്ളവർ കാണുന്ന, നമ്മളെ വളരെയധികം അലോസരപ്പെടുത്തുന്ന ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു അവയവമാണ് നമ്മുടെ സ്കിൻ. പ്രഗ്നൻസിയിൽ പല ഹോർമോൺസും കൂടും. ഫോർ എക്സാമ്പിൾ മെലനിനാണ് ശരീരത്തിന് പിഗ്മെൻറ്റേഷൻ തരുന്ന, നിറം തരുന്ന ഹോർമോൺ. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ അറിയാം, ചുണ്ടിന് കറുപ്പ് നിറം കാണാം, മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു കറുപ്പ് കാണാം, മെലാസ്മ എന്ന് പറയും. ഇതല്ലാതെ മറ്റെന്തെല്ലാം ചേഞ്ചസ് ഉണ്ട്? വയറിൽ സ്ട്രെച്ച് മാർക്സ്, സ്ട്രയെ എന്ന് പറയുന്ന രീതിയിൽ സ്ട്രെച്ച് മാർക്സ് കാണാം. ഇത് വയറിലെ കൊളാജൻ ഫൈബേഴ്സ്, വയർ വലുതാകുന്നതിനനുസരിച്ച് സ്കിന്നിലെ കൊളാജൻ ഫൈബേഴ്സ് പൊട്ടുമ്പോഴാണ് ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് കാണുക. പിന്നെ ഒരു നീണ്ട കറുത്ത വര കാണാം വയറിന് നടുക്കൂടെ, ലിനിയ നൈഗ്ര എന്ന് പറയും. പിന്നെ മുഖത്തൊക്കെ പിമ്പിൾസ് കാണാം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു ബേസിസ് ഉണ്ട്. പ്രഗ്നൻസിയുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇതിനെല്ലാത്തിനും കാരണം. ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഒരു പരിധി വരെ നന്നായി വെള്ളം കുടിച്ചാൽ, നല്ല ഹൈഡ്രേഷനുള്ള ഒരാളാണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. പിന്നെ സാധാരണ എല്ലാവർക്കും അറിയാം, പ്രഗ്നൻ്റ് അല്ലെങ്കിൽ തന്നെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സ്ട്രെച്ച് മാർക്സ് കാണും. അതുപോലെ എക്സസൈസ് ചെയ്ത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറവായിരിക്കും. സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഡെലിവറി കഴിഞ്ഞ് ഒരു 6 വീക്സ് കഴിയുമ്പോൾ തൊട്ടേ മാറി തുടങ്ങും. ബൈ 6 മന്ത്സ് ഇതൊക്കെ മാറിയിരിക്കും. സ്ട്രെച്ച് മാർക്സ് 100% ഒക്കെ മാറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ബെനിഫിറ്റിന് വേണ്ടി പല കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നോക്കാം. എന്നാലും ഒരു 6 മാസം കൊണ്ട് ഇത് കുറേ അധികം ഫെയ്ഡ് ചെയ്യുമെന്നല്ലാതെ ഇത് 100% മാറാൻ ചാൻസസ് കുറവാണ്. പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാമോ? അതാണ് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്. മിക്കവാറും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോസ്മെറ്റിക്സും തന്നെ പ്രഗ്നൻസിയിൽ സേഫാണ്. ഫൗണ്ടേഷനോ മസ്കാരയോ ലിപ്സ്റ്റിക്കോ അമോണിയ ഇല്ലാത്ത ഹെയർ കളറോ ഒക്കെ യൂസ് ചെയ്യാം. കഴിയുന്നിടത്തോളം ബോട്ടോക്സ്, കെരാറ്റിൻ, ഫില്ലേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാം. ടാറ്റുവിങ് തീർച്ചയായും പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ടാറ്റുവിങ് വഴി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മുഖക്കുരു കൂടുതലായിട്ടുണ്ടായാൽ ആൻറ്റിബയോട്ടിക് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഫേസിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പിഗ്മെൻറ്റേഷൻ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. പിന്നെ സ്കിന്നിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇച്ചിങ്, ഭയങ്കരമായ ചൊറിച്ചിൽ. മിക്കവാറും എല്ലാവർക്കും തന്നെ ചൊറിച്ചിൽ പ്രഗ്നൻസിയിൽ അനുഭവപ്പെടാറുണ്ട്. കുഞ്ഞിനെയും പ്ലാസൻ്റെയും പുറത്തെടുത്താലേ ഇത് 100% മാറുകയുള്ളൂ. കോമൺ ആയിട്ട് കാണുന്നൊരു ചൊറിച്ചിലാണ് പപ്പ്. ശരീരത്തിലെല്ലാം റാഷസ് ഫോം ചെയ്യും. കൂടുതലും ഇതാ സ്ട്രെച്ച് മാർക്സിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അസഹനീയമായിരിക്കാം പലപ്പോഴും. അങ്ങനെയുള്ളപ്പോൾ ചെറിയൊരു സിട്രസിനോ ഒരു അവിലോ മറ്റോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസും ലോഷൻസും ഒക്കെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചൊറിച്ചിലുണ്ട്. കൈവെള്ളകളിലും കാൽപാദങ്ങളിലും കാണുന്ന വളരെ ഹൊറിബിളായിട്ടുള്ള ചൊറിച്ചിൽ, ഉറങ്ങാൻ പോലും പറ്റാതിരിക്കാം. ഇത് ഒരല്പം കൂടെ ഡേഞ്ചറസ് ആണ്. കാരണം ഇത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാം. ഇതാണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റേസിസ് ഓഫ് പ്രഗ്നൻസി. ലിവർ സിന്തസൈസ് ചെയ്യുന്ന ചില ബൈൽ ആസിഡ്സ് ബ്ലഡിൽ അളവ് കൂടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ബൈൽ ആസിഡ് കൂടുതലായി കണ്ടാൽ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് വേണം പിന്നെ പ്രഗ്നൻസി മുന്നോട്ട് മാനേജ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഓർക്കുക, പ്രഗ്നൻസി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട ചേഞ്ചസ് എല്ലാം ബൈ 6 മന്ത്സ് മാറുന്നതായിരിക്കും. ഇനി കുറച്ച് പാടുകളോ മറ്റോ ഉണ്ടെങ്കിലും പ്ലീസ് ഡോണ്ട് ലെറ്റ് ഇറ്റ് എഫക്റ്റ് യു, ബിക്കോസ് യു ഗോട്ട് യുവർ ബേബി ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ പ്രൈസ് ടു പേ.